السلام عليكم ورحمة الله. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وصحبه الفائزين برضا الله أما بعد. പ്രിയമുള്ളവരെ, റമളാൻ നോമ്പ് സ്ഥിരപ്പെടുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, സൂമു ലിറുയത്തിഹി വഅഫ്തിറു ലിറുയത്തിഹി. നിലാവ് കണ്ടാൽ നിങ്ങൾ നോമ്പെടുക്കുക, നിലാവ് കണ്ടതിനു വേണ്ടി നിങ്ങൾ നോമ്പ് മുറിക്കുക അഥവാ പെരുന്നാളാക്കുക. ഫൈൻ ഉമ്മ അലൈക്കും, അപ്പോൾ നിങ്ങളുടെ മേലിൽ മേഘം മൂടപ്പെട്ടു അഥവാ നിങ്ങൾ നിലാവ് കണ്ടില്ല എങ്കിൽ ഫാക്കുമിലു ഇദ്ദത്ത ഷഅബാന സലാസീൻ, ഷഅബാൻ മാസത്തിന്റെ എണ്ണം നിങ്ങൾ 30 പൂർത്തിയാക്കണം. എന്നിട്ട് പിറ്റേ ദിവസം മുതൽ റമളാൻ ആരംഭിക്കണം. ചന്ദ്രമാസത്തിന്റെ കണക്കനുസരിച്ച് എല്ലാ മാസവും തുടങ്ങാനുള്ള മാനദണ്ഡം ഒന്നുകിൽ മുമ്പത്തെ മാസം 29ന്റെ അസ്തമനത്തിന് ശേഷം ചന്ദ്രനെ കാണുക, നിലാവ് കാണുക. നിലാവ് ആകാശത്ത് ഉണ്ടാവുക എന്നല്ല. അതാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പച്ചയായി പറഞ്ഞത്, ഒരു വ്യാഖ്യാനത്തിനും പഴുതില്ലാതെ. സൂമു ലിറുയത്തിഹി, നിലാവ് കണ്ടതിനു വേണ്ടി നിങ്ങൾ നോമ്പെടുക്കുക. അപ്പോ സൂര്യാസ്തമയത്തിന് ശേഷം 29ന് അസ്തമിച്ചതിന് ശേഷം ചന്ദ്രനെ കണ്ടാൽ പിറ്റേ ദിവസം റമളാനായി. അതേപോലെ ഓരോ മാസവും പിറ്റേ ദിവസത്തിന്റെ സ്റ്റാർട്ടിങ് അതോടുകൂടെ തുടങ്ങും. ഇനി നിലാവ് കണ്ടില്ലെങ്കിൽ മേഘാവൃതമാവുക എന്ന് പറഞ്ഞത് അതൊരു നിബന്ധനയല്ല, മറിച്ച് പലപ്പോഴും കാണാതിരിക്കാനുള്ള ഒരു തടസ്സത്തിന്റെ കാരണം അതാണെന്ന് മാത്രമേ ഉള്ളൂ. ആകാശം തെളിഞ്ഞു നിൽക്കുകയാണെങ്കിലും കണ്ടില്ല എങ്കിൽ അതെന്നെ നിയമം. നിങ്ങൾ മാസം 30 പൂർത്തിയാക്കണം. ചന്ദ്രമാസത്തിന്റെ കണക്കനുസരിച്ച് നബി സല്ലല്ലാഹു നിങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ചന്ദ്രമാസം ഒന്നുകിൽ 29 അല്ലെങ്കിൽ 30. അതായത് ഈ ഫെബ്രുവരി ഒക്കെ പോലെ 28ലേക്ക് ഇങ്ങോട്ട് ഇറങ്ങൂല, അതേപോലെ തന്നെ 31ലേക്ക് അങ്ങോട്ട് കയറൂല. 29 അല്ലെങ്കിൽ 30. 29ന് അസ്തമിച്ചിട്ട് നിലാവ് കണ്ടാൽ പിറ്റേ ദിവസം അടുത്ത മാസം തുടങ്ങി. നിലാവ് കണ്ടില്ലെങ്കിൽ 30 പൂർത്തിയാക്കണം. ഇത് പിറ്റേ ദിവസം നിലാവ് കാണേണ്ട ആവശ്യമല്ല, എന്തായാലും അടുത്ത മാസം സ്റ്റാർട്ട് ചെയ്യും. അങ്ങനെ റമളാനിലെ ഷഅബാൻ 29ന് അസ്തമിച്ചതിന് ശേഷം നിലാവ് കണ്ടതുകൊണ്ടോ അല്ലെങ്കിൽ ഷഅബാൻ 30 പൂർത്തിയാക്കിയത് കൊണ്ടോ റമളാൻ സ്ഥിരപ്പെടും. അങ്ങനെ റമളാൻ സ്ഥിരപ്പെട്ടാൽ പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള, നോമ്പെടുക്കാൻ ശാരീരികമായി ശേഷിയുള്ള, ആർത്തവ പ്രസവ രക്തങ്ങളിൽ നിന്ന് ശുദ്ധിയുള്ള എല്ലാ മുസ്ലിമിനും നോമ്പ് നിർബന്ധമാകും. പ്രായപൂർത്തി എത്തിയവർക്കാ നിർബന്ധം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് നിർബന്ധമല്ല. ബുദ്ധിയുള്ളവർക്കാണ് നോമ്പ് നിർബന്ധം എന്ന് പറയുമ്പോൾ ഭ്രാന്തന്മാർക്കും നിർബന്ധമല്ല. പക്ഷേ നോമ്പ് നോൽക്കാത്തതിന്റെ പേരിൽ കുട്ടിയും ഭ്രാന്തനും മറ്റൊന്നും ചെയ്യേണ്ടതും ഇല്ല. എന്നാൽ കുട്ടികളോട് 7 വയസ്സ് മുതൽ നിസ്കാരം പോലെ തന്നെ നോമ്പെടുക്കാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയും 10 വയസ്സായിട്ടും നോമ്പെടുക്കുന്നില്ലെങ്കിൽ ആരോഗ്യപരമായി ആ കുട്ടി ഓക്കെ ആണെങ്കിൽ അടിച്ചുകൊണ്ട് ആ കുട്ടിയെ നോമ്പ് എടുപ്പിക്കുകയും വേണം. കാരണം അല്ലെങ്കിൽ പിരിഞ്ഞ് പ്രായപൂർത്തിയായാലും കുട്ടി പറയും ഞാൻ കഴിഞ്ഞൊല്ലം എടുത്തിട്ടില്ലല്ലോ എന്ന്. അപ്പൊ അത് വരാതിരിക്കാൻ ആ കുട്ടിയെ കൊണ്ട് നോമ്പെടുപ്പിക്കണം. ആ നോമ്പെടുക്കാൻ ശാരീരികമായി ശേഷിയുള്ളവർക്കാണ് നോമ്പ് നിർബന്ധം എന്ന് പറയുമ്പോൾ ശാരീരികമായി ശേഷിയില്ലാത്തവർക്ക്, അതായത് ഒന്നുകിൽ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത ഒരു രോഗം, ആ രോഗത്തോടൊപ്പം നോമ്പെടുക്കൽ വലിയ ബുദ്ധിമുട്ടാകും, അല്ലെങ്കിൽ വാർദ്ധക്യ സഹജമായ ചാബല്യം, അതോടൊപ്പം നോമ്പെടുക്കാൻ സാധിക്കാത്ത സാഹചര്യമുണ്ടെങ്കിൽ അങ്ങനെയുള്ള ആളുകൾ, അവരാണ് നോമ്പെടുക്കാൻ ശാരീരികമായി ശേഷിയില്ലാത്തവർ എന്ന് പറയുന്നത്. ആ ആളുകൾ നോമ്പെടുക്കേണ്ടതില്ല. പക്ഷെ അവര് പകരം ഓരോ ദിവസത്തെ നോമ്പിന് വേണ്ടിയും ഒരു മുദ്ദ് എന്ന തോതിൽ ഭക്ഷ്യധാന്യം പ്രായശ്ചിത്തമായി കൊടുക്കണം. അവർക്ക് ആദ്യം തന്നെ നിർബന്ധമാകുന്നത് അതാണ്. ഓരോ ദിവസവും സുബഹിയാകുമ്പോൾ ആ മുദ്ദ് നിർബന്ധമാകുന്ന സമയമായി എല്ലാ ദിവസത്തെ മുദ്ദും വേണമെങ്കിൽ ഒരു ഫക്കീറിനോ മിസ്കീനിനോ കൊടുക്കാം. അതേസമയത്ത് ഒരു ദിവസത്തെ മുദ്ദ് ഒന്നിലധികം ആളുകൾക്കിടയിൽ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. ഇതാണ് അവിടെ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു മസാല. എന്നാൽ അങ്ങനെ ശാരീരികമായി മാറുമെന്ന് പ്രതീക്ഷയില്ലാത്തൊരു മഹാരോഗം കാരണത്താലോ വാർദ്ധക്യ സഹജമായ വിഷമം കൊണ്ടോ നോമ്പെടുക്കാൻ സാധിക്കാത്ത അവസ്ഥയിലുണ്ടായിരുന്ന ആൾക്ക് എങ്ങനെയോ അത്ഭുതകരമായി അദ്ദേഹത്തിന്റെ രോഗം മാറിയാൽ ഇനി മുതൽ അങ്ങോട്ട് നോമ്പെടുക്കൽ അയാൾക്ക് നിർബന്ധമാണ് എന്നല്ലാതെ മുമ്പ് മുദ്ദ് കൊടുത്ത് നോമ്പ് ഒഴിവാക്കിയതിനായ ആ നോമ്പുകളൊന്നും അയാൾ ഖളാ വീട്ടേണ്ടതില്ല എന്നുകൂടി നമ്മൾ അവിടെ മനസ്സിലാക്കണം. പിന്നെ നമ്മൾ പറഞ്ഞത് ആർത്തവ പ്രസവ രക്തങ്ങളിൽ നിന്ന് ശുദ്ധിയുള്ളവർക്കാണ് നോമ്പ് നിർബന്ധം എന്നാണ്. അപ്പൊ ആർത്തവ പ്രസവ രക്തം വരുന്ന സ്ത്രീകൾ ആ സമയത്ത് നോമ്പ് നോൽക്കാൻ പാടില്ല എന്നെല്ലാവർക്കും അറിയാം. എന്നാൽ അടുത്ത റമളാൻ വരുന്നതിന് മുമ്പ് അത്രയും ദിവസത്തെ നോമ്പുകൾ ഖളാ വീട്ടൽ അവർക്ക് നിർബന്ധമാണ് എന്നത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. എന്നാൽ താൽക്കാലികമായ ഒരാൾക്കൊരു രോഗം വന്നു, അല്ലെങ്കിൽ ഒരു ദീർഘദൂര യാത്രയിലായി,
അതോടൊപ്പം നോമ്പെടുക്കുന്നത് പ്രയാസമാണെങ്കിൽ അയാൾക്ക് ആ സമയത്ത് നോമ്പ് ഒഴിവാക്കുന്നതിന് ഇസ്ലാം അനുവാദം നൽകിയിട്ടുണ്ട്. അതിനയാൾ പകരമൊന്നും ചെയ്യേണ്ടതില്ല, ആ നോമ്പ് പിന്നീട് ഖളാ വീട്ടിയാൽ മാത്രം മതി. അല്ലേ? ഫമൻ കാന മിൻകും മരീദൻ, ഖുർആനിൽ തന്നെ അല്ലാഹു തആല പറഞ്ഞത് കാണാം, ഫമൻ കാന മിൻകും മരീദൻ ഔ അലാ സഫരിൻ ഫഇദ്ദത്തും മിൻ അയ്യാമിൻ ഉഖർ. നിങ്ങളുടെ കൂട്ടത്തിൽ ആരെങ്കിലും രോഗികളാവുകയോ, ഈ രോഗം എന്ന് പറഞ്ഞത് നേരത്തെ പറഞ്ഞ മാറുമെന്ന് പ്രതീക്ഷയില്ലാത്ത രോഗമല്ല, മറിച്ച് തൽക്കാലമായിട്ടുണ്ടായ ഒരു രോഗമാണ്. അതോടൊപ്പം നോമ്പ് ബുദ്ധിമുട്ടാണ്, ആ രോഗം മാറുന്നത് വരെ വെയിറ്റ് ചെയ്യണം. അപ്പൊ ആ സമയത്ത് അയാൾ നോമ്പെടുത്തോളെന്ന് ഇസ്ലാം നിർബന്ധിക്കില്ല. പക്ഷെ പിന്നീട് അയാൾ ആ നോമ്പ് ഖളാ വീട്ടിയിരിക്കണം. ഇതാണ് ആ വിഷയത്തിൽ പ്രത്യേകമായി ശ്രദ്ധിക്കേണ്ട കാര്യം. അതേപോലെ തന്നെ ഒരാൾക്ക് നോമ്പ് എടുത്തുകൊണ്ടിരിക്കുമ്പോ തന്നെ ചിലപ്പോ എന്ത് ചെയ്യും, ഭയങ്കര ദാഹം, ഇപ്പൊ മരിച്ചോ എന്നുള്ള കണ്ടീഷൻ വന്നു, അല്ലെങ്കിൽ വിശപ്പ്, എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാൻ തട്ടിപ്പോകുന്നുള്ള ഒരു അവസ്ഥ വന്നാൽ അന്നത്തെ ദിവസത്തെ നോമ്പ് അയാൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്, മുറിക്കാവുന്നതാണ്, പിന്നീട് ഖളാ വീട്ടണം എന്ന കാര്യമാണ് ശ്രദ്ധിക്കേണ്ടത്. ഗർഭിണികളും മുലയൂട്ടുന്ന സ്ത്രീകളും അവർ പലപ്പോഴും നോമ്പെടുക്കുന്നതിന്റെ അവസ്ഥയിൽ നിന്ന് മാറി നിൽക്കാറുണ്ട്. അതിന് പലർക്കും പല റീസൺ ആയിരിക്കും. ചിലർക്ക് നോമ്പെടുത്താൽ കുട്ടിക്ക് മാത്രം എന്തെങ്കിലും വിഷമം സംഭവിക്കുമെന്ന ഭയമായിരിക്കാം ചില ഗർഭിണികൾക്കും രോഗികൾക്കും മുലയൂട്ടുന്നവർക്കും. അതേസമയം തനിക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല എന്ന അവസ്ഥയാണെങ്കിൽ അവർക്ക് നോമ്പ് ഒഴിവാക്കൽ അനുവദനീയമാണ്. പക്ഷേ അവരാ നോമ്പ് ഖളാ വീട്ടുന്നതോടൊപ്പം തന്നെ ഒരു മുദ്ദ് വീതം ഓരോ ദിവസത്തെ നോമ്പിന് വേണ്ടിയും പ്രായശ്ചിത്തം കൂടെ കൊടുക്കേണ്ടതുണ്ട്. കുട്ടിയുടെ പേരിൽ മാത്രം ഭയപ്പെട്ടുകൊണ്ട് നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ. അതേസമയത്ത് കുട്ടിക്കും തനിക്കും വിഷമം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടോ, അല്ലെങ്കിൽ തനിക്ക് മാത്രം വിഷമം ഉണ്ടാകുമെന്ന് ഭയപ്പെട്ടുകൊണ്ടോ നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ ആ നോമ്പ് ഖളാ വീട്ടണം എന്നല്ലാതെ പിന്നെ മുദ്ദ് കൊടുക്കേണ്ടതില്ല എന്ന കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതും ആണ്. ഈ വിധത്തിൽ നോമ്പുമായി ബന്ധപ്പെട്ട് റമദാൻ മാസത്തിൽ ഒരാൾക്ക് നഷ്ടപ്പെട്ടു പോയ നോമ്പുകൾ കാരണമില്ലാതെ നഷ്ടപ്പെട്ട നോമ്പുകളാണെങ്കിൽ ഉടനെ തന്നെ ഖളാ വീട്ടൽ, റമദാൻ കഴിഞ്ഞ ഉടനെ തന്നെ ഖളാ വീട്ടൽ നിർബന്ധമാകുന്നതും, കാരണത്തോടുകൂടെ നഷ്ടപ്പെട്ട നോമ്പാണെങ്കിൽ അടുത്ത റമദാൻ വരുന്നതിന് മുമ്പ് നോറ്റുവീട്ടൽ നിർബന്ധമാകുന്നതുമാണ്. അപ്പൊ ഒരു റമദാനിൽ നഷ്ടപ്പെട്ടു പോയ നോമ്പ് അടുത്ത റമദാൻ വരുന്നത് വരെയും കാരണമില്ലാതെ ഒരാൾ പിന്തിച്ചു പോയാൽ ഈ നോമ്പ് ഖളാ വീട്ടുന്നതിനോടൊപ്പം ഓരോ ദിവസത്തെ നോമ്പിന് വേണ്ടിയും ഒരു മുദ്ദ് എന്ന തോതിൽ അയാൾ പ്രായശ്ചിത്തവും കൊടുക്കേണ്ടി വരും. ആ മുദ്ദ് വർഷം പിന്നിടുന്നതിനനുസരിച്ച് മുദ്ദിന്റെ എണ്ണം കൂടിക്കൊണ്ടിരിക്കും. അതായത് ഈ കൊല്ലം നോമ്പ് ഒഴിവാക്കി അടുത്ത കൊല്ലം അടുത്ത റമദാന്റെ മുമ്പായിട്ട് അത് വീട്ടിയില്ലെങ്കിൽ ഒരു മുദ്ദ് ഒരു നോമ്പിന് എന്ന തോതിൽ അവിടെ സ്ഥിരപ്പെട്ടു. ഇനി എത്ര റമദാൻ അങ്ങനെ ആവർത്തിച്ചു വരുന്നുവോ അത്രയും റമദാനനുസരിച്ച് മുദ്ദുകൾ എന്തായി കൊണ്ടിരിക്കും, ആവർത്തിച്ചു വന്നുകൊണ്ടിരിക്കും എന്ന വസ്തുത നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കൂട്ടത്തിലൊരു കാര്യം കൂടെ, ഒരാൾക്കൊരു നോമ്പ് നഷ്ടപ്പെട്ടു, ഖളാ വീട്ടാൻ സൗകര്യം കിട്ടുന്നതിന് മുമ്പ്, ഖളാ വീട്ടുന്നതിന് മുമ്പ് അയാൾ മരണപ്പെട്ടുവെങ്കിൽ, സൗകര്യമൊക്കെ കിട്ടിയിട്ടാണ് അയാൾ ഖളാ വീട്ടാതെ മരണപ്പെട്ടതെങ്കിൽ അയാൾ കുറ്റക്കാരനാകുന്നതും ഓരോ ദിവസത്തെ ഓരോ ദിവസത്തിനു വേണ്ടിയും അവന്റെ ഒഴിച്ചിട്ട സ്വത്തിൽ നിന്ന് ഓരോ മുദ്ദ് വീതം പ്രായശ്ചിത്തം കൊടുക്കൽ നിർബന്ധമാണ്. അതിന് മുതലൊരുക്കുന്ന സമയത്ത് അനന്തരാവകാശികൾ ശ്രദ്ധിക്കേണ്ടതാണ് എന്നർത്ഥം. അതേ സമയത്ത് അയാൾക്ക് നോമ്പ് നഷ്ടപ്പെട്ടു, പക്ഷെ കാരണത്തോടു കൂടെയാണ് വീട്ടാനുള്ള സൗകര്യം കിട്ടുന്നതിന് മുമ്പ് അയാൾ മരിച്ചതുമാണെങ്കിൽ ഒന്നും ചെയ്യേണ്ടതില്ല എന്നാണ് സംബന്ധമായ നിയമം. ഇനി നോമ്പ് അയാൾ പിന്തിച്ചു, വീട്ടാനുള്ള സൗകര്യമൊക്കെ ഉണ്ടായിട്ടും പിന്തിച്ചു, അടുത്ത റമദാനായി, എന്നിട്ടാണ് അയാൾ മരിക്കുന്നതെങ്കിൽ അയാളുടെ സമ്പത്തിൽ നിന്ന് 2 മുദ്ദ് വീതം പ്രായശ്ചിത്തമായി കൊടുക്കണം. ഒരു മുദ്ദ് ആ നോമ്പ് നഷ്ടപ്പെട്ടതിനും മറ്റൊന്ന് ഒരു കൊല്ലം പിന്തിച്ചതിനും എന്ന തോതിലാണ് അത് വരിക. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരം മസലകളൊക്കെ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുന്നവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. ആമീൻ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. വസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.